ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം യൂട്യൂബിൽ കുറേ കമൻറ്റൊക്കെ വന്നിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ക്രിയാറ്റിൻ ലെവൽ 1.4 ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ബ്ലഡ് റിപ്പോർട്ടൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, നോർമലൊക്കെ തന്നെയായിരുന്നു. ഡോക്ടറോട് നമ്മൾ ചോദിച്ചു കളിക്കാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കളിക്കാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 3 ദിവസമായിട്ട് നമ്മൾ ബാഡ്മിൻ്റൺ കളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് പേരെ എന്നെ ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചു ക്രിയാറ്റിൻ ലെവൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2.1 നിന്ന് 1.4 കുറഞ്ഞതെന്ന്. 2.1 വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബാഡ്മിൻ്റൺ കളിയൊക്കെ ഇച്ചിരി കൂടിയായിരുന്നു. പിന്നെ 3-4 ദിവസം പനിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പം ക്രിയാറ്റിൻ ലെവൽ കൂടാൻ സാധ്യത. പിന്നെ 1.4 എങ്ങനെയാണ് കുറച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച അടുത്ത് ഞാൻ വീട്ടിൽ റെസ്റ്റായിരുന്നു. അതായത് 4 ദിവസം പനിയായിട്ട് വീട്ടിൽ ഇരുന്നു. അതുകൂടാതെ ഒരു 3 ദിവസം അടുത്ത് വീട്ടിൽ റെസ്റ്റ് എടുത്തായിരുന്നു. പിന്നെ ആഹാരത്തിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തായിരുന്നു. അതായത് രാവിലെ ഉച്ചയ്ക്ക് പിന്നെ ഒരു 5 മണിയാകുമ്പം ഉള്ള ഇതും, പിന്നെ രാത്രി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി. പിന്നെ വെള്ളം കുടിക്കുന്നതിൽ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് നമ്മളൊരു 2 ലിറ്റർ 3 ലിറ്റർ രീതിയിലേക്ക് വെള്ളം കുടിക്കാനുള്ള രീതിയിലേക്ക് എത്തിച്ചു. പിന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ള ആളാണ് ഞാൻ. എന്നാലും എങ്ങനെയെങ്കിലും 3 ലിറ്ററെങ്കിലും ഇപ്പോൾ കുടിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ക്രിയാറ്റിൻ ലെവൽ ചിലപ്പം 1.4 വന്നത്. ഇതിപ്പം ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഓരോ രീതിയിലായിരിക്കും. എൻ്റെ ശരീരപ്രകൃതി എന്ന് പറയുമ്പോഴേക്കും ഞാൻ റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ബിസിനസ്സിൻ്റെയൊക്കെ ഇതായതുകൊണ്ട് ടെൻഷനും അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം ക്രിയാറ്റിനൊക്കെ കൂടുന്നത്. ചിലപ്പം പറയാൻ പറ്റിയല്ല, എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. പിന്നെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പിന്നെ നേരെ പോയത് നമ്മളെ കൊച്ചച്ഛൻ്റെ അടുത്തോട്ടാണ്. എനിക്ക് കൊച്ചച്ഛനാണ് കിഡ്നി ഡൊണേറ്റ് ചെയ്തത്, എനിക്ക് തന്നത്. അപ്പം കൊച്ചച്ഛൻ്റെ അടുത്ത് ഒരു ദിവസം നിന്നിട്ടാണ് ഞാൻ തിരിച്ച് കട്ടപ്പനയിലേക്ക് വന്നത്. ഇതൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായ വിശേഷങ്ങൾ. പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകണമെന്നൊക്കെ ഓർത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഇന്ന് വരെ അത് ഏതൊക്കെയാലും സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും 2 മാസം കഴിയുമ്പോഴേക്കും ഡോക്ടറെ കാണാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 2 മാസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കണ്ട് തിരിച്ചിറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാകണം. കാരണം മുന്നോട്ടുള്ള ഓരോ വീഡിയോസും ചെയ്യാൻ വേണ്ടിയുള്ള പ്രചോദനം തരേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.